ഹായ് കൂട്ടുകാരെ, വാവച്ചി ഫാമിലീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നൊരു ചെറിയ മോട്ടിവേഷൻ വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോഴേക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പലർക്കും നമ്മുടെ മനസ്സറിഞ്ഞ് സ്നേഹം കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യാം, അതിന് യാതൊരുവിധ വിലയും ഇല്ലാത്ത മാതിരി നമ്മുടെ സ്നേഹത്തെ അവഗണിക്കുന്നു. അവർ എന്തുകൊണ്ട് അവഗണിക്കുന്നു, അല്ലെങ്കിൽ ആ അവഗണനയെ എങ്ങനെ നേരിടാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി, നമ്മുടെ വീട്ടിൽ കിണറ്റിലെ വെള്ളം ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് വീട്ടിൽ നിന്ന് നിറയെ കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിന്, അതായത് നമുക്ക് കുടിക്കാനും മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും നല്ല വെള്ളം കിട്ടുമെങ്കിൽ നമ്മൾ ഈ കടകളിലൊക്കെ പോണ സമയത്ത് അവിടെ ബോട്ടിൽ വെള്ളമായിരിക്കും. അതിനോട് നമുക്കൊരു പുച്ഛമായിരിക്കും. അതിന് കാരണം എന്താണ്? നമ്മുടെ വീട്ടിൽ നിറയെ വെള്ളം, നമുക്ക് നല്ല വെള്ളം കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബോട്ടിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പുച്ഛം തോന്നുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്നത് മോശമായ ചെളിയായ വെള്ളമാണെങ്കിൽ നമ്മൾ ആ ബോട്ടിൽ വെള്ളം കിട്ടിയാൽ എന്ത് ചെയ്യും? അതിനെ കണ്ടാൽ ഉടനെ തന്നെ വാങ്ങിക്കുകയും അത് സേവ് ചെയ്യുകയും അതിനോടൊരു റെസ്പെക്റ്റ് കാണുകയും ചെയ്യും. ശരിയല്ലേ? അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലവിധ ബന്ധങ്ങളുണ്ട്. പലവിധ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, അങ്ങനെ പലവിധ ബന്ധങ്ങളുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ട സ്നേഹം മാത്രം നമ്മൾ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് കരുതി അവരെ എന്ത് ചെയ്യുക? എല്ലാ സമയത്തും വിളിക്കുക, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക, അവരൊന്ന് ഫോൺ ചെയ്താൽ ഉടനെ തന്നെ നമ്മളെടുത്ത് മറുപടി പറയുക. ഇങ്ങനെ അവരുടെ പുറകിൽ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് എൻ്റെ സ്നേഹം ഇല്ലെങ്കിൽ, ഞാനുമായിട്ടുള്ള ബന്ധം അവർക്കില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോവുക വളരെ കഷ്ടമാണെന്ന് ചിന്തിക്കും. നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിനകത്ത് സ്നേഹമുണ്ടെങ്കിലും നിങ്ങളെന്നുള്ള വ്യക്തിക്ക് നിങ്ങളൊരു വില കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അവഗണന ഉണ്ടാവുകയില്ല. അല്ല, നിങ്ങൾ ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ സ്നേഹിച്ച് നീ ഇല്ലെങ്കിൽ മിസ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം എപ്പോഴും അവരുമായിട്ട് നമ്മൾ ചേർന്നിരുന്നാൽ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയും കാണില്ല. ഒരു ഫോർ എക്സാമ്പിൾ എന്നത് നമ്മുടെ അമ്മ. നമ്മളെപ്പോഴും അമ്മയെ എന്ത് ചെയ്യാം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിച്ച് ഏത് കാര്യത്തിനും നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കും, നമുക്ക് സ്കൂളിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രസ്സിന് വേണ്ടി അമ്മ യൂണിഫോം വേണം, അമ്മ ഓടി വന്നെടുത്ത് തരും. അമ്മ ഫുഡ് വേണം, ഉടനെ അമ്മ എടുത്ത്. അമ്മ പായസം വേണം. നമ്മൾ എന്ത് പറഞ്ഞാലും സാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അമ്മ. പക്ഷേ ആ അമ്മയുടെ വില തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയെ നമ്മൾ മിസ് ചെയ്യണം. ഒരു ദിവസം അമ്മയുടെ അടുത്തുനിന്ന് നമ്മൾ മാറി നിൽക്കണം, അല്ലെ അമ്മ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം. അപ്പം മാത്രമേ നമുക്ക് ആ സ്നേഹത്തെ കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ ഏത് തരം സ്നേഹിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒളിച്ചു വെക്കേണ്ട സാധനമല്ല, അത് പ്രകടമാക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ നമ്മൾ അളവിൽ കവിഞ്ഞ് ഏതൊരു വ്യക്തിക്ക് നമ്മൾ സ്നേഹം കൊടുത്താലും നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയും കാണില്ല. അവരെന്ത് ചെയ്യുക? അവഗണനയിലൂടെ മാത്രമേ നമ്മളോട് പെരുമാറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. ഇനിയും ചെറിയ വീഡിയോകളായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.